തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൂട്ടുചേർന്ന സംഭവത്തിൽ KPCC പ്രസിഡന്റിനോട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിസന്നദ്ധത അറിയിച്ച വിമത നേതാക്കൾ. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിമത നേതാവും DCC മുൻ ജനറൽ സെക്രട്ടറിയുമായ TN ചന്ദ്രൻ പറഞ്ഞു. പക്ഷേ തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ ഉടൻ രാജിവെക്കും. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്ത് രാജി വേണ്ട എന്ന നിലപാടിലാണ് വിമതർ. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടെസി സ്വതന്ത്രയെന്നാണ് നേതാക്കൾ പറയുന്നത്. അതിനാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാർട്ടി വാർഡ് മെമ്പർ എന്ന നിലയിൽ രാജി നൽകാമെന്നുമാണ് ധാരണ. ഒരു ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് എങ്കിൽ രാജി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിൻ്റെയോ എന്തെങ്കിലും താല്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. യാദൃശ്ചികമായി നമുക്ക് BJPയുടെ വോട്ട് ലഭിച്ചു എന്നുള്ളതൊരു സത്യമാണെങ്കിലും അതിനുവേണ്ടി മുൻകൂട്ടിയുള്ള ചർച്ചയോ ആസൂത്രണമോ ഒന്നും നടത്തിയിരുന്നില്ല. മാത്രവുമല്ല, അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് DCC പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ്. പാർട്ടിക്ക് എത്രയേറെ അവമതിപ്പുണ്ടാക്കിയ ഈ വിഷയത്തിൽ ഇപ്പോഴും ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൂടെ തിരുത്തണം എന്നാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രകടനത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്തവരികൾ വരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. CPMനെതിരായി കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുമ്പോൾ എന്തിനാണ് പാർട്ടിയിലെ ഒരു വിഭാഗവും അതുപോലെ തന്നെ മറ്റുള്ളവരും എന്തിനാണ് വിരളി പൂണ്ടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്.